നമസ്കാരം, ന്യൂസ് 10 ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. എടവണ്ണപ്പാറയിലെത്തുന്ന പൊതുജനങ്ങൾ മൂക്കുപൊത്തേണ്ട അവസ്ഥയോ? ന്യൂസ് 10 സംഘം പരിശോധിക്കുകയാണ് എടവണ്ണപ്പാറയിലെ ഓരോ ഗല്ലികളും. മൊബൈൽ ഗല്ലിയിലടക്കം ബസ് സ്റ്റാൻഡിലടക്കം മറ്റ് എടവണ്ണപ്പാറയുടെ വിവിധ റോഡുകളും ഉൾപ്രദേശങ്ങളും വലിയ ബിൽഡിങ്ങുകളുടെ പിന്നാമ്പുറവും പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എടവണ്ണപ്പാറ മാലിന്യ കൂമ്പാരമായി മാറിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടവും മദ്യക്കുപ്പികളും മറ്റ് വിസർജ്യ വസ്തുക്കൾ വരെ എടവണ്ണപ്പാറയിലെ ഓരോ ഗല്ലികളിലും നിറഞ്ഞാടുന്ന അവസ്ഥയാണ് ഇക്കാണുന്നത്. നടപടിയെടുക്കേണ്ട അധികാരികൾ ഉറങ്ങുകയാണോ? എന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു. എടവണ്ണപ്പാറയിലെ പല ഭാഗങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളുടെ മധ്യത്തിലായിട്ട് വേസ്റ്റുകൾ കൊണ്ടിടുന്ന സ്ഥിരം കാഴ്ചകളുണ്ട്. ഇവിടെയുള്ള വ്യാപാരികൾ അവരുടേതായ വേസ്റ്റും കാര്യങ്ങളും അവർ കവറുകളിലാക്കിക്കൊണ്ട് തന്നെ ഹരിത കർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ 100 രൂപ അവർക്ക് കൊടുത്തുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു പതിവാണുള്ളത്. എന്നാൽ മറ്റുള്ള ആളുകൾ, പുറമെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ബംഗാളികളൊക്കെ അവരുടേതായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ്, അതുപോലെ എന്തെങ്കിലും ജീവികൾ വണ്ടി കുടുങ്ങിയിട്ടോ മറ്റോ ചത്തു കഴിഞ്ഞാൽ അതിനെ, അങ്ങനെയുള്ള പല സാധനങ്ങളും കള്ളുകുപ്പി അടക്കം ഈ സ്ഥാപനങ്ങളുടെ അടുത്ത് നമുക്കറിയാം. പഞ്ചായത്ത് തോടിന് വേണ്ടി ഒഴിച്ചിട്ടിട്ടുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങളാണ് കുന്നുകൂടി നിൽക്കുന്നത്. ഭക്ഷണ സാധനങ്ങളുടെ കവറുകൾ പുഴുക്കൾ നിറഞ്ഞിട്ട് അത് ചീഞ്ഞ് നാറുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിനൊക്കെ പരിഹാരം വേണമെന്ന രീതിയിൽ പലവട്ടം നമ്മൾ ഹരിത കർമ്മസേനയുടെ ആളുകൾ ഇവിടെ വന്നപ്പം തന്നെ അവരോട് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞതാണ്, കാണിച്ചു കൊടുത്തതാണ്. HIക്ക് വിളിച്ചിട്ട് HIയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്നുള്ള നമ്മൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം അത്യാവശ്യമാണ്. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലെങ്കിൽ ഇവിടുന്ന് മാലിന്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സജ്ജീകരണം പഞ്ചായത്ത്, വായക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒരു കച്ചവടക്കാരനാണ് ഞാൻ. ഇവിടുത്തെ ഒരു മസാല കച്ചവടം ചെയ്യുന്ന കടയാണ്. ഞാനിപ്പം എല്ലാ മാസവും എനിക്ക് വരുന്ന വേസ്റ്റുകൾ വളരെ തുച്ഛമായതേ ഉണ്ടാവുള്ളൂ. അത് വാഴക്കാട് പഞ്ചായത്തിൻ്റെ ഹരിത കർമ്മസേന വളരെ വ്യക്തമായിട്ട് എല്ലാ മാസവും വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെടുത്തത് നമ്മൾ കറക്റ്റായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചിടത്തോളം, ഇവിടെ ഈ ഡ്രൈനേജുകളിലൊക്കെ ഈ വേസ്റ്റ് മാലിന്യം മറ്റുള്ള ഈ പുറത്തുനിന്നുള്ള കൊണ്ടുപോയിടുകയാണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വീക്ഷിച്ചതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് അടുത്തുള്ള കെട്ടിടങ്ങളിൽ നിന്ന് വരെ താമസിക്കുന്ന ആളുകൾ വരെ ഇവിടെ വേസ്റ്റ് രാത്രികളിലൊക്കെ കൊണ്ടുപോയിടുന്നുണ്ടെന്നാണ് മനസ്സിലായി. ഇതിൻ്റെ മുന്നത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഞാനിത് കൊണ്ടുപോയി ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഞാൻ വിളിച്ച് വന്നിട്ട് ഒരു വർഷം മുന്നേ ഞാൻ ഈ പരാതി അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വേണ്ട നടപടി
സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഈ ഡ്രെയിനേജ് നമ്മുടെ ഈ ഭാഗത്തുള്ള KKM ബിൽഡിങ്ങിൻ്റെ ഭാഗത്തുള്ള ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ ഞങ്ങളുടെ ടീം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ടീം ഞങ്ങളിവിടെ കഴിഞ്ഞ ആഴ്ച അവിടെ ക്ലീൻ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ കർശനമായിട്ട് ഞങ്ങളെ വ്യാപാരികളോടൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞത് വേസ്റ്റ് ആരും നമ്മൾ കൊണ്ടുപോയിടരുത്. ഞങ്ങളാരും വേസ്റ്റ് ഈ ഡ്രെയിനേജിൽ കൊണ്ടുപോയിടുന്നില്ല. നമുക്കൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹരിത കർമ്മസേന വന്നിട്ടത് വളരെ വ്യക്തമായിട്ട് അവർ അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ഡയറിയിൽ തന്നെ അവരത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അവർ കൊണ്ടുപോകണം. റൂമുകളിൽ താമസിക്കുന്ന പലരും ഭക്ഷണാവശിഷ്ടം കവറുകളിലാക്കി വിവിധ സ്ഥലങ്ങളിൽ വലിച്ചെറിയുകയാണ്. കവറുകൾ കെട്ടിയ നിലയിലായതിനാൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ പുഴുക്കൾ നിറഞ്ഞ് ദുർഗന്ധം തുടങ്ങും. മിക്ക കെട്ടിടങ്ങൾക്ക് പിറകിലും തീയിട്ട് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യവും കത്തിക്കാൻ ബിൽഡിംഗ് ഉടമകൾ തന്നെ പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട്. എടവണ്ണപ്പാറയിലെ പള്ളിക്ക് സമീപമുള്ള കിണറിൽ 16 മോട്ടോറുകളാണുള്ളത്. കിണറിനോട് ചേർന്ന തോട്ടിൽ മാലിന്യം നിറഞ്ഞ് പുഴുവരിച്ച നിലയിലും. കിണറിലേക്ക് നോക്കിയാൽ അതിൽ പോലും മാലിന്യമാണ്. ഇതിൽ നിന്ന് വെള്ളമെടുക്കുന്നവർ അത് പല രീതിയിൽ വിൽപ്പന നടത്തി പാവപ്പെട്ട ജനങ്ങളെ മാറാരോഗികളാക്കി കാശ് സമ്പാദിക്കുന്നവർ വർഷത്തിലൊരിക്കലെങ്കിലും കിണറും പരിസരവും ഒന്ന് സന്ദർശിക്കണം. കിണറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടവണ്ണപ്പാറ ഏകദേശം കടകളിലൊക്കെ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം പോണത്. ഞാനിതിൽ ഡെയിലി 2-3 പ്രാവശ്യം പാസ് ചെയ്യണം. പക്ഷേ ഇവിടെ വെള്ളം കെട്ടിയെന്നാൽ ഇവിടെ തുടർന്ന് ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ഒന്നത്. രണ്ടാമത്തത് ഈ തൊട്ടടുത്തുള്ള ഹോട്ടലിലെ മാലിന്യങ്ങൾ, ചണ്ടി, ചവറ്, അതേമാതിരി കൈ കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും ഈ അരിച്ചാൽക്കാണ് പോകുന്നത്. പക്ഷേ ഈ അരിച്ചാലിന് ഇതിവിടെ കെട്ടിക്കിടക്കുകയാണ്. കെട്ടിക്കിടക്കുകയെന്ന് മാത്രമല്ല, ഇവിടെ ഒരു 16 മോട്ടർ ഒരു കിണറ്റിൽ. ഇപ്പോൾ ഒരു ECG എടുത്ത ലുക്കുണ്ട്. ഇതിലേക്ക് അവിടെ നോക്കിയാൽ കാണാം എന്താണ് ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഈ വെള്ളം പല കടകളിലേക്കും അടിച്ചു പോകണം ഇവിടുന്ന്. മാത്രമല്ല ഇവിടെ നിൽക്കുന്ന ഈ മാലിന്യം ഈ ഓത്തിച്ചാലിയേറ്റ് ആദ്യം എത്ര മീറ്റർ ഉണ്ടാകും? 1, 2 ഏകദേശം 7 മീറ്റർ ദൂരമുള്ളത്. ഇത്ര ദൂരത്തിൽ എന്തായാലും ഈ മാലിന്യം ഇത് താന്നു കഴിഞ്ഞാൽ ഈ കിണറ്റിക്ക് ബാധിക്കും. ഈ കിണറ്റിക്ക് ബാധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ മോട്ടർ വെച്ചിട്ട് ഏത് കടയേക്കാണോ അത് അടിക്കണേ, ഇത് അവിടെ ചെന്ന് ചായ ആകുമ്പോൾ തിളപ്പിച്ച് പോകുമ്പോൾ അടുക്കളയെത്തും. മറ്റുള്ള ജ്യൂസ് കാര്യങ്ങൾ പരിപാടിക്കൊക്കെ ഈ മാലിന്യമായ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ എടവണ്ണപ്പാറയിൽ ഈ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് ഏകദേശം കടകളിലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിഥി തൊഴിലാളികളെ അട്ടിക്കിട്ട് ലാഭം കൊയ്യുന്ന ബിൽഡിംഗ് ഉടമകൾ കക്കൂസ് കുഴിയെടുക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ഇതിലൂടെ തൊട്ടടുത്ത തോട്ടിലും കിണറിലും മറ്റും മാലിന്യം എത്തുന്നത് സ്ഥിരം സംഭവമാണ്. മാലിന്യ സംസ്കരണത്തിന് ഒരു പരിഹാരവും മിക്ക കെട്ടിട ഉടമകളും കാണിക്കുന്നില്ല. ഡെങ്കിയും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു കയറാൻ ഒത്താശ ചെയ്യുന്ന ചീഞ്ഞളിഞ്ഞ മാലിന്യം ശുചീകരിക്കാനും ഇത് തടയാനും പഞ്ചായത്തിനുമാവുന്നില്ല. നാട്ടുകാർ പരാതി ഉയർത്തിയാൽ ലാഭം കൊയ്യുന്നത് പരിശോധനയ്ക്കെത്തുന്നവരും ഇടനിലക്കാരുമാണ്. എടവണ്ണപ്പാറയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ പഞ്ചായത്ത് കർശന നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇലയനങ്ങിയാൽ വ്യാപാരികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വ്യാപാരി സംഘടനകളും ഇതിന് കൂട്ടുനിൽക്കുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും പൊതുജനങ്ങൾക്ക്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 10 പ്രത്യേക സംഘം അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ്. എടവണ്ണപ്പാറയിൽ മാലിന്യം തള്ളുന്നത് ആര്? അന്വേഷണ പരമ്പരയിലേക്ക് വിവരം നൽകാവുന്നതാണ്. 9847140677 എന്ന നമ്പറിലേക്ക് വിവരങ്ങൾ അറിയിക്കാം. ന്യൂസ് 10 എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.